ഡിഫൻസ് മോട്ടോർ സൊല്യൂഷൻ ഇടമറ്റത്ത് വർക്ക്ഷോപ്പായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ പാർട്ട്ണറുടെ വണ്ടിയാണിത്, ഡിഫൻസ് ബസ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മളെ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ബസ് ഇടാറുള്ളത്. ഇപ്പോൾ മിനിയാന്ന് രാത്രി നോക്കിയപ്പോൾ രാത്രി 1 മണിക്ക് ശേഷം വണ്ടി കാണുന്നില്ലായിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് കരുതിയെന്ന് വെച്ചാൽ ഡ്രൈവർമാർ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്, ഓട്ടോ കൊണ്ടുപോയിട്ടുണ്ട് കരുതിയത്. പിറ്റേ ദിവസം കാലത്ത് ചോദിച്ചപ്പോൾ വണ്ടി കാണുന്നില്ല, ഡ്രൈവർമാർക്ക് പോലും അറിവില്ല. അങ്ങനെ ഞങ്ങൾ CCTV ക്യാമറ നോക്കിയപ്പോൾ രാത്രി 1:55 2 മണിക്കുള്ളിലായിട്ട് വണ്ടി അവിടെ നിന്ന് കളവ് പോകണം. പക്ഷേ ആളെ വ്യക്തമല്ല എങ്കിലും കൂടിയിട്ട് ഇതിന് വേറൊരു ബാധ്യത ഇതായിട്ട് വല്ല ലോൺ കേസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് മേടിച്ച് ഇപ്പോൾ അടുത്ത് വാങ്ങിച്ച ബസ്സാണ്. ഇതിൻ്റെ പേരിലൊരു ബാധ്യത കാര്യങ്ങളെന്നാലും ഒന്നുമില്ല. എൻ്റെ പാർട്ട്ണർ ഇതിൻ്റെ ഓണറും ചില റാഫി എന്നാണ് ആളുടെ പേര്. ആൾ ഈ വണ്ടി വെച്ചതും ഇതെല്ലാം ലോൺ സ്റ്റാർട്ട് ചെയ്തിട്ടും ഒക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഇതുവരെയായിട്ടൊരു ബാധ്യത തമ്മിലില്ല. പിന്നെ ആരാണ് കൊണ്ടുവന്ന ഒരു പെടുത്തില്ല നമുക്ക് ഇതിൻ്റെ ഇടയിൽ. പിന്നെ അറിഞ്ഞത് നമ്മളതിൽ GPS കട്ട് ചെയ്തിട്ടുണ്ട്, ചാവി കണക്ഷൻ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഇതിന് മുമ്പ് കുറച്ച് മുമ്പായിട്ട് വേറൊരു പാർട്ടിയായിട്ട് ഒരു ചെറിയൊരു വണ്ടീനെ സംബന്ധിച്ചൊരു തർക്കം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബസ്സിനെ ബാധിക്കുന്ന കേസൊന്നും അല്ലായിരുന്നത്. അങ്ങനെയാണ് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഈ വണ്ടീനെ സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയത്. അങ്ങനെ GPS മുഖാന്തരം ഇവിടെ സ്റ്റേഷൻ മുഖാന്തരം വലപ്പാട് SI മുഖേന ഇവിടെ ഞങ്ങൾ ചെന്ന് ഈ കേസിന് അന്വേഷണം എത്തിച്ചത് ഈ നിലമ്പൂർ ഒരു ശലഭം ട്രാവൽസിൻ്റെ അവിടെയാണ്. അവിടെ ഈ ബസ് കണ്ടെത്താനായി അവർക്ക് സർക്കിൾ ഇൻസ്പെക്ടർ മുഖേന വലപ്പാട് SI മുഖേന പോയിട്ട് അവിടെ നിന്ന് അവരെ കണ്ടു. അവരോട് പറഞ്ഞ് നാളെ രാവിലെ 10 മണിക്ക് സ്റ്റേഷനിൽ ബസ് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാജരാക്കാൻ പറഞ്ഞ് ഇവിടെ വന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ ബസ് കൊണ്ടുവന്നില്ല, വണ്ടി തെറ്റിയിട്ടാണ് കൊണ്ടുപോയതെന്നാണ്. അവർ തെറ്റിദ്ധാരണയുടെ പുറത്താണ് വണ്ടി വന്ന് അവർ വേറെ കീ പൊട്ടിച്ചിട്ട് മറ്റൊരു വാഹനം തപ്പി വന്നതാണ്. പക്ഷേ കൊണ്ടുപോയത് നമ്മുടെ വാഹനം. അവരന്വേഷിച്ച് വന്ന വാഹനം വേറെ ആയിരുന്നു. പിന്നെയാണ് പറഞ്ഞത് തെറ്റി എടുത്തുകൊണ്ട് പോയത് നമ്മളെ വാഹനമായിരുന്നു, ഡിഫൻസുള്ള വാഹനമായിരുന്നു. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ അവർ വന്നു. ഇന്നിപ്പോൾ ഇന്നലെ രാത്രി തന്നെ അവർ കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റിന് മുമ്പാകെ സബ് ഇൻസ്പെക്ടർ ഹാജരാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവരെ ജാമ്യം എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ അവർ കോടതിയിലാണ്. വാഹനം ഇനി ഇറക്കാനുള്ളൊരു നടപടി നടന്നുകൊണ്ടിരിക്കുക. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിപ്പോൾ ഈ അടുത്തന്നെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളതാണ്. ഡിഫൻസ് മോട്ടോർ സൊല്യൂഷൻ ഇലക്ട്രിക്കലും മേസിനും എല്ലാം തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഈ ബസ്സിൻ്റെ പേരിൽ ഒരുപാട് പ്രചരണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ബാധ്യത ഈ ബസ്സായിട്ട് പുറത്ത് ലോണിലെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുറത്തുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ലോൺ മുടങ്ങിയിട്ടും പലതും പറഞ്ഞുണ്ടാക്കും. ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. വർക്ക്ഷോപ്പ് അടക്കം പൂട്ടി കിടക്കേണ്ട അവസ്ഥ. 4 ദിവസമായി ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കിടന്നിട്ടും കോടതിയിലായിട്ട് കയറി ഇറങ്ങണം. കാരണം എൻ്റെ പാർട്ട്ണറാണത്. അപ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടുണ്ട്. ഇപ്പോൾ നിലമ്പൂരത്തെ ടീമുകളിപ്പോൾ കോടതി ഇന്നിപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെയായിട്ട് അവർ പുറത്ത് വിട്ടിട്ടില്ല. പൊല്ലാപ്പായി. കാരണം അവർ പറഞ്ഞു ഞങ്ങൾക്ക് തെറ്റ് പറ്റി എന്ത് വേണം ചെയ്യാമെന്നാണ്. പക്ഷെ നമുക്കുണ്ടായ മാനക്കേട് എന്താ ചെയ്യാന്നുള്ളത് തീരുമാനമായിട്ടില്ല. അതിനിപ്പോൾ ബഹുമാനപ്പെട്ട വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടറും മുമ്പാകെ അവരിഞ്ഞി വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാനായി. ഡ്രൈവർ ഇപ്പം നമുക്കിപ്പം ഉണ്ട്. വാഹനം 3-4 ദിവസമായല്ലേ ഇങ്ങനെ കിടക്കുന്നു. ഓട്ടം വല്ലതും അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ? വണ്ടിക്ക് ഓട്ടം ഉണ്ടായിരുന്നു. നമ്മളിത് വണ്ടി പോകണം, നമുക്ക് ട്രിപ്പ് ഉണ്ടായിരുന്നാ. അപ്പോൾ ആ ട്രിപ്പ് പോകാൻ പറ്റിയില്ല. ഇവരൊക്കെ വിചാരിച്ചത് നമ്മൾ ഓട്ടം പോയേക്കാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് വണ്ടി കാണാനില്ല എന്ന് മനസ്സിലായത്. അങ്ങനെ വണ്ടി ഇപ്പോൾ എന്ന് വെച്ചാൽ മറ്റുള്ള ഫീൽഡ് മാതിരിയല്ലല്ലോ ഈ ഫീൽഡ്. ഒരു പേരിന് ഒരു പ്രസ്ഥാനത്തിന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ 100 ആൾക്കാർ പലതും ഉണ്ടാക്കാൻ അതിൻ്റെ പേരിൽ കുറേ ഗ്രൂപ്പുകൾ കിടന്ന് നടക്കുന്നുണ്ട്. വണ്ടിക്ക് ലോൺ അടവ് മുടങ്ങിയിട്ട് CC-ക്കാർ കൊണ്ടുപോയതാണ്. ഒരു പ്രസ്ഥാനം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാവുന്നതെല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ കുറച്ച് പേര് സത്യം മനസ്സിലാക്കി വരുന്നു. അങ്ങനെ അത് അടുത്ത ദിവസം നമുക്ക് വാഹനം പുറത്തിറങ്ങും, ഓടും. അതെ. ഇനിയിപ്പോൾ നമുക്ക് വെച്ചാൽ ഈ വണ്ടികൾ അറിയാലോ, നമ്മളിപ്പോൾ പൊതുവെ ഒരു ഓട്ടങ്ങളായിട്ട് പല ഓട്ടങ്ങളും ഇപ്പോൾ മിസ്സായിട്ടുണ്ട്. പല ആളുകളും ലൈൻ ബസ് ഓടിക്കണമൊക്കെ നമ്മളെ സുഹൃത്തുക്കളാണ്. എന്താണ് വണ്ടി സ്റ്റേഷനിൽ കിടന്നു ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ദിവസം 15-ാം തീയതി ഓട്ടയിലുണ്ട്. അതൊക്കെ വേറെ വണ്ടിക്ക് ഏൽപ്പിച്ചെടുക്കും. ആൾക്കാരെ ചീത്ത വേറെ. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചോദിക്കില്ല എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കുന്ന ചോദ്യം വരും. കാരണം ഞങ്ങൾ ഇതിക്ക് മുമ്പ് വേറെ വണ്ടികളും ഒരുപാട് ട്രാവലറും വേറെ വണ്ടികളും ഉള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പേരിലൊന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓണർ റാഫി മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഇതിലാണ്. കാരണം തെറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അനുഭവിക്കുമ്പോഴത്തെ വേദന അറിയാമല്ലോ. 4 ദിവസമായി. ഇന്നിപ്പോൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുക. അവർ പറഞ്ഞാൽ അവർ വേണ്ടുന്നൊക്കെ ചെയ്യുക. എന്ത് ചെയ്തിട്ടെന്ത് കാര്യം, നമുക്കുണ്ടായ നഷ്ടങ്ങൾക്കൊക്കെ എന്താ പറയുക, അവർ നമ്മളോട് തെറ്റ് പറയണം. തെറ്റ് പറഞ്ഞ കാര്യമില്ല. നമ്മൾ പറയുന്നത് വെച്ചാൽ മീഡിയയോട് നിങ്ങൾ പറയണം എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ഇതിനൊരിക്കലും തെറ്റ് പറ്റരുത്. ഞങ്ങൾ ഈ ബസ് എടുത്തതിന് ശേഷം നമുക്കൊരു ബാധ്യത തമ്മിലില്ല. കാരണം വെച്ചാൽ അതെനിക്കറിയാം. ഇത് അടയ്ക്ക് മാസം ഇതില്ലേ വായ്പയില്ലേ? ഈ വണ്ടിക്ക് ലോൺ എടുത്തിട്ടില്ല.
ലോണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി നിന്നിട്ടുള്ളൂ. ഞങ്ങളിപ്പോൾ ഈ വർക്ക്ഷോപ്പ് ഡിഫൻസ് മോട്ടോർ സൊല്യൂഷൻ എന്ന വർക്ക്ഷോപ്പ് ഇപ്പോൾ തുടങ്ങിയിട്ട് മാക്സിമം ഒരു മാസമായിട്ടുള്ളൂ. അതും ഇപ്പോൾ ശരിക്കും ഓപ്പൺ ആയിട്ടില്ല. കാരണം ഹൈവേയുടെ പ്രശ്നമുള്ളതിൻ്റെ പേരിൽ അങ്ങോട്ട് എൻട്രൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ പേരിൽ ഈ വണ്ടിക്ക് ലോൺ ഇട്ടിട്ടില്ല, വേറൊരു ബാധ്യത ഇല്ല. ഈ ബസ്സായിട്ട് ഒരു ബന്ധം നാട്ടുകാർക്ക് ആർക്കും ഇല്ല, ഇതിൻ്റെ ഓണർമാർക്കും ഇല്ല. എല്ലാത്തിൻ്റെ കരാർ രേഖാമൂലം നമ്മൾ ഓഫീസിലിരിക്കുന്നുണ്ട്. ഇത്രേ പറയാനുള്ളൂ എനിക്ക്. ശരിക്കും ഇത് തന്നെയാണ്, ഈ GPS ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് ഈ വാഹനം രാത്രിയിൽ മോഷ്ടിച്ചുകൊണ്ട് പോയത്. രാവിലെ വർക്ക്ഷോപ്പിൽ വാഹനം നോക്കി എത്തിയപ്പോഴാണ് വാഹനം ഇട്ടിരുന്ന സ്ഥലത്ത് വാഹനം കാണാതെ വരികയും പിന്നീട് ഇവർ തന്നെ പിന്തുടർന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചരണം ഉണ്ടായിരുന്നു. ഡിഫൻസ് ട്രാവൽസ് എന്ന ബസ് കാണാതായിരിക്കുന്നു എന്നുള്ള രീതിയിലൊരു പ്രചരണം ഉണ്ടായിരുന്നു. പലരും തെറ്റിദ്ധരിച്ചിരുന്നു അത് ഇവരുടെ കുഴപ്പം കൊണ്ടാണ്. പക്ഷേ ഇവർ പറയുന്നത് ഇത് ഈ ബസ് അല്ല, മറ്റൊരു ബസ് മോഷ്ടിക്കുന്നതിനായി എത്തിയവരാണ് ഈ ബസ് കൊണ്ടുപോവുകയായിരുന്നു. അതിപ്പോൾ വലിയ പൊല്ലാപ്പായി മാറിയിരിക്കുകയുമാണ്.